ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങളോ അതല്ലെങ്കിൽ ആചാരങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തിനായിരിക്കും ഒരു വിഭാഗം ആളുകൾക്ക് ഈ കുരുക്കൾ പൊട്ടുന്നത്? ഇപ്പോ ശരി, ഈ സമയത്തുള്ള കരോളിനെതിരായിട്ടുണ്ടായിരുന്ന പ്രശ്നമായിരുന്നാലും, സിറിയയിലെ ക്രിസ്മസ് ട്രീ കത്തിച്ച വിഷയത്തിലായിരുന്നാലും, ഇനിയിപ്പോ അവിടെ ഇരുന്ന കുറച്ച് ആളുകളുടെ മുഖത്തേക്ക് കരോൾ സംഘത്തിന്റെ ലൈറ്റ് അടിച്ചു, പിന്നീട് കയറി ആക്രമിച്ച് 10-35ഓളം ആളുകൾ ഇപ്പോഴും പോലീസ് സംരക്ഷണത്തിൽ പള്ളിമേടയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നതൊക്കെ ഈ കേരളത്തിന്റെ ഭീകര അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന വസ്തുതകളാണ് കേട്ടോ. ക്രിസ്ത്യാനികളെ കുറെയായി ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു. ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം ജാമിദ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധന കർമ്മങ്ങളും അതുപോലെയാണ് ആചാരങ്ങളും വരുമ്പോൾ എന്തിനാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഇത്ര കുരുക്കൾ പൊട്ടുന്നത് എന്നാണ് ചോദിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഇവർ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവരുദ്ദേശിച്ച ആളുകളല്ല ആ കുരുക്കൾ പൊട്ടിച്ച് അവരെ ഉപദ്രവിച്ചതൊന്നും. പിന്നെ കാസർഗോഡ് മുസ്തഫ ചെയ്തത് അത് ഒരു മതത്തിൻ്റെ പെരടിയിൽ കൊണ്ടുപോയി വെക്കണ്ട. അത് അവൻ്റെ വൃത്തികേട്, അവൻ്റെ മനസ്സിൻ്റെ പോരായ്മ, അവൻ്റെ മനസ്സിൻ്റെ തീവ്ര വർഗീയത ഉള്ളത് കൊണ്ടാണ്. അതിന് ഇസ്ലാമൊന്നും അതിനൊരു ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അത് ആ വ്യക്തി ചെയ്ത തെറ്റ് ആ വ്യക്തിയിൽ മാത്രം ഇതാക്കിയാൽ മതി. നിങ്ങളെ പോലത്തെ നിരീശ്വരവാദികളാണ് ഇതെല്ലാം കുത്തിപ്പൊന്തിച്ച് കൊണ്ടുവരുന്നത്. കുർബാനയ്ക്കെത്തിയ ആളുകള് നമ്മൾ കണ്ടതാണ്. ആ പള്ളിമേടയ്ക്കകത്തേക്ക് ഇരച്ചു കയറിയ 10-25ഓളം ആളുകളിൽ 18 പേർ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം കുട്ടികളായിരുന്നു. സഹവികാരി ഇറങ്ങി വന്ന് പറയുന്നു, ഇവിടെ ഞങ്ങളുടെ ആരാധന നടക്കുവാണ്, തടസ്സപ്പെടുത്തരുത്. അയാളെ ഇട്ടിച്ചിട്ടിട്ട് വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ആ പ്രായപൂർത്തിയാകാത്ത 18 പയ്യന്മാരുടെ പേര്. ഇനി അടുത്ത വിഷയം എന്താന്ന് വെച്ചാല്, ഈരാറ്റുപേട്ടയിലെ പള്ളിയിൽ കുറേ വിദ്യാർത്ഥികൾ വാഹനമായിട്ട് വന്നിട്ട് അവിടെ കുർബാന നടത്തുന്ന സമയത്ത് ശല്യപ്പെടുത്തിയിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ജാമിദ പറയുന്നത് 10-18 മുസ്ലിം നാമധാരികൾ എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. അതിൽ കുറേ ആളുകളുണ്ട്, പല ആളുകളുണ്ട്. മുസ്ലിം നാമധാരികളാണ് എന്ന് വെച്ചത് കൊണ്ട് ഇസ്ലാം എല്ലാത്തിനും ഉത്തരവാദിത്വം പറയണമെന്നുണ്ടോ? ഇപ്പം നിന്റെ പേര് ജാമിദ എന്നല്ലേ, ആരിഫിൻ്റെ പേര് മുസ്ലിം അല്ലേ, നിന്റെ പേര് മുസ്ലിം അല്ലേ? ഇപ്പം നീ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങളും ഈ വേണ്ടാത്തരങ്ങളും മറ്റുള്ള മതങ്ങളെ എതിർക്കുന്നതും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുന്നതും മറ്റുള്ള നേതാക്കന്മാരെ എതിർക്കുന്നതും അതെല്ലാം ഇസ്ലാം അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. നിന്റെ പേരും ഒരു മുസ്ലിം അല്ലേ, എന്തുകൊണ്ട് നീ പേര് മാറ്റുന്നില്ല ജാമിദ? ആ സമയത്ത് ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെട്ടതിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ? ഇല്ല. എതിരാളികൾ കാക്കാമാരാ. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തു. പോപ്പുലർ ഫ്രണ്ട് ഭീകര. ആരെങ്കിലും ക്രിസ്ത്യാനികളുടെ വേദനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നോ? ഇല്ല. അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും രംഗത്തിറങ്ങിയിരുന്നോ? ഇല്ല. അപ്പൊ നമുക്കൊരു പ്രത്യേകതരം മാനവികതയാണല്ലേ, ഒരു പ്രത്യേകതരം. ആ സമയത്ത് ക്രിസ്ത്യാനികളുടെ മതവികാരത്തിന് കളങ്കപ്പെടുത്തതിനെതിരെ ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല. ജോസഫ് മാസ്റ്ററുടെ കൈയും കാലും വെട്ടിയപ്പോൾ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം പണ്ഡിത നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് തെറ്റാണെന്ന്. അത് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അതൊരു സ്വർണ്ണത്തൂവലാണല്ലോ ജോസഫ് മാസ്റ്റർ വിഷയം. അതേമാതിരി ഈ ഈരാറ്റുപേട്ട വിഷയമെല്ലാം അത് നിങ്ങൾ പൊക്കി പൊടിച്ച് നടക്കുന്നത് എന്തിനാണ്? അതും കൂടി മറുപടി പറയുമോ? നിങ്ങളെപ്പോലത്തെ വർഗീയവാദികളാണ് അത് പൊക്കി പിടിച്ച് കൊണ്ട് നടക്കുന്നത്. അതിനെതിരെ എല്ലാ പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ചെയ്ത തെമ്മാടിത്തരത്തിന് എന്തിന് നിങ്ങൾ ഇസ്ലാമിൻ്റെ പെരടിയിൽ കൊണ്ടുപോയിടുന്നു? അതങ്ങനത്തെ ഒരു വിഭാഗം ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തതിന് അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തൂ. അതിന് കാക്കാമാരെ കുറ്റം പറയണ്ട. കാക്കാമാരല്ലല്ലോ അത് ചെയ്തത്. അവരെ നിങ്ങൾ കാക്കാമാരായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അവർ ജോസഫ് മാഷ് എന്താ? ജോസഫ് മാഷ് ഒരു ക്രിസ്ത്യാനിയാണ്. നിങ്ങളൊരു നിരീശ്വരവാദി. എന്തിനാണ് നിങ്ങൾ അതെല്ലാം പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നത്?
കുമ്പാടി സെന്റ് പോൾസ് ആംഗ്ലിക്കൻ പള്ളിയിലെ യുവജന സംഘം, സ്ത്രീജന സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കരോൾ സംഘത്തിനു നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. പ്രദേശത്തെ 20ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരോൾ സംഘത്തിൽ കടന്നു കയറി പാട്ടുപാടുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇതിൽ പിന്നീട് സർവ്വസീമകളും ലംഘിച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി. പെൺകുട്ടികളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. കൊച്ചുകുട്ടികളെയും ഇവർ വെറുതെ വിട്ടില്ല. സാമൂഹിക വിരുദ്ധരായിട്ടുള്ളതായ കുറേയേറെ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് പോയതായ യുവജനങ്ങൾക്ക് നേരെ അസഭ്യ വാക്കുകൾ പറയുകയും ശാരീരികമായ ചേഷ്ടകളൊക്കെയും കാണിക്കുകയും ചെയ്ത് പ്രകോപനപരമായി അവര് ഒരു 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 അക്രമ സ്വഭാവത്തിലേക്ക് മാറിയതായ സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ സഭയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പോയവര് അവര് തിരികെ ജാമ്യത പറയുന്നത് കാക്കമാരാണ് ചെയ്തത്. വീണ്ടും അവർ കടന്നു വരികയും വളരെ മാരകമായ രീതിയിൽ ആക്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് 2-3 പേര്. ഇത് സത്യത്തില് ജാമ്യത കാക്കന്മാർക്ക് എതിരെ കൊണ്ടുവന്നൊരു വീഡിയോ ആണ്. ഈ ഡിവൈഎഫ്ഐക്കാരാണ് ഇത് ചെയ്തതെന്ന് പിന്നെയാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ല. ഇപ്പോൾ പറയാനില്ലാഞ്ഞപ്പോൾ ഇവള് പറയണ എന്താ അറിയോ, ഇപ്രാവശ്യം കാക്കന്മാർ രക്ഷപ്പെട്ടു. അപ്പം വീഡിയോ ഒക്കെ എതിർക്കാൻ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കാക്കന്മാർക്കെതിരെയുള്ള വീഡിയോ ഇടുമ്പോൾ കാക്കന്മാരെ ചെയ്ത ആ വീഡിയോ തന്നെ കൊണ്ടുവരാം. ഇനി പാലക്കാട് വിഷയമാണെങ്കിലും ഈ പറഞ്ഞ ഈ വിഷയമാണെങ്കിലും ഇതൊന്നും മുസ്ലിങ്ങളല്ല ചെയ്തത്, BHP ആണ് പാലക്കാട് ചെയ്തത്. ഇത് ഡിവൈഎഫ്ഐൻ്റെ ആളുകളാണ് ചെയ്തത്. അപ്പം ജാമ്യത നീ ഒന്ന് മനസ്സിലാക്കുക, കാക്കന്മാരിവിടെ ആരെയും ഉപദ്രവിക്കില്ല, ഒരു മതത്തിനെയും വ്രണപ്പെടുത്താനും നോക്കൂല. അത് നമ്മുടെ മതത്തിൽ പറഞ്ഞതാണ്. അത് അങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളൊരു മതവാദിയല്ല. നിന്നെപ്പോലത്തെ നിരീശ്വരവാദിയായി മാറും. നിന്നെപ്പോലെ ഇതുപോലെ ആളുകളെല്ലാം എതിർക്കാൻ തുടങ്ങും. അതാണ് നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി വിട്ടയച്ചെന്നാണ് ആക്ഷേപം. അപമാനിതരായ പെൺകുട്ടികൾക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകണമെന്നും ആവശ്യമുയർന്നു. അതായത് അതും എതിരെ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് ഭാഗ്യം, മതേതരത്വം തകർന്നില്ല. അതാണ്. ഇത്തവണയോ സാമൂഹ്യ വിരുദ്ധരായതുകൊണ്ട് ഭാഗ്യം, മതേതരത്വത്തിന് മങ്ങലേറ്റില്ല കേട്ടോ. അതാണ് കറക്റ്റ്. അപ്പോ ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെട്ടത് എതിരാളികൾ കാക്കമാരല്ല. കാക്കമാരാണെങ്കിൽ മതേതരത്വം വ്രണപ്പെടുന്നു ഞങ്ങൾ കണ്ടതായിട്ട്. ഇന്നെ പോലത്തെ ചെറ്റ തമ്മാടികളാണ് അതിനെതിരെ ഉണ്ടാവുക. കണ്ടതായിട്ട് നടിച്ചു കാഫറുകൾ, പട്ടി കാട്ടങ്ങളായ നിങ്ങളെ പോലത്തെ നാറികൾ, തമ്മാടികൾ. ഓ, ബംഗ്ലാദേശില് എതിരാളികൾ കാക്കാമാര് കണ്ടില്ലെന്ന് നടിക്കാം. സിറിയയില് കാക്കാമാര് മിണ്ടാതിരിക്കാം. യമനില് കാക്കാമാര് മിണ്ടാതിരിക്കാം. പലസ്തീനില് ജൂതന്മാർ. അതായത് അതും എതിരെ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐൻ്റെ ആളുകളായതുകൊണ്ട് കാക്കാമാർ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. ഇനി ജാമ്യത ഒന്ന് മനസ്സിലാക്കിക്കുക, ഈ കാക്കാമാർക്ക് അതിനൊന്നും ഒഴിവില്ല മോളെ. നിന്റെ മാതിരി വർഗീയത പറയാനും നിന്റെ മാതിരി വർഗീയത കാണിക്കാനും തൽക്കാലം ഒഴിവില്ല. ഇനി ഏതെങ്കിലും ഒരു തെണ്ടി തമ്മാടി കാക്കന്മാരെ പേരുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കാക്കന്മാരെ പരിപാടിയൊക്കെ കൊണ്ടുവരും വേണ്ട. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ മതം പറഞ്ഞതാ. അന്യ മതസ്ഥരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനല്ലേ നമ്മുടെ മതം പറഞ്ഞതാ. അത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ആ മതത്തിൽ നിന്ന് പുറത്തു പോയത്. നിന്റെ പേര് ജാമ്യത എന്നാണ്. ജാമ്യത എൻ്റെ അഭിപ്രായത്തിൽ ഒരു മുസ്ലിം നാമധാരിയുടെ പേരാണ്. നീ തമ്മാടിത്തം ചെയ്താലും മറ്റുള്ളവർ പറയാ അറിയോ, അതൊരു കാക്കാത്തി എന്നാ പറയാ. ആരിഫ് ഹുസൈൻ തമ്മാടിത്തം ചെയ്താലും ആരെങ്കിലും കൊന്നാലോ പിടിച്ചാലോ ഉപദ്രവിച്ചാലോ ചെയ്താൽ എന്താ ചെയ്യാ അറിയോ, മറ്റുള്ള വിഭാഗക്കാർ പറയാ അതൊരു കാക്കയാണ് ചെയ്തതെന്നാ പറയാ. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നിരീശ്വരവാദി അല്ലേ, എവിടെ ഇംഗ്ലണ്ടിലോ എവിടെ ഒരു ക്രിസ്മസിന്റെ പരിപാടിയിലേക്ക് കാറിടിച്ച് കയറിയത് ഒരു സൗദി പൗരൻ. അയാളൊരു കാക്കയാണ്. പക്ഷെ അയാൾ കാക്കയാണെങ്കിൽ കാക്കന്റെ നിയമവ്യവസ്ഥ നീതിപൂർവം പാലിച്ചു പോകാത്തത് കൊണ്ട് അയാൾ നിരീശ്വരവാദം ഇസ്ലാമിനോടുള്ള വെറുപ്പും ഇതും കാരണം അയാൾ അങ്ങോട്ട് കുടിയേറി പാർത്ത് അവിടെ പൗരത്വം സ്വീകരിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം വെബ്സൈറ്റിൽ പല ഇസ്ലാം വിരോധങ്ങൾ വെച്ച് പുലർത്തി അവർ പല പോസ്റ്റുകൾ ഇട്ടിട്ട് അദ്ദേഹം ഇപ്പതുകണ ഈ ക്രിസ്മസ് ചന്തയിലേക്കാണ് ഈ കാറ് ഇടിച്ച് കയറ്റിട്ട് എത്രയോ ആളുകൾ മരിച്ചത്. അത് കാക്കയാണ്. പക്ഷെ കാക്കയാണെങ്കിലും അദ്ദേഹം നിരീശ്വരവാദിയാണ്. നിന്നെ പോലത്തെ നീ ചെയ്ത ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ട് നിന്നത്. അപ്പം ജാമ്യത നീ ഒന്ന് മനസ്സിലാക്കുക,
കാക്കമാർക്ക് ഇവിടെ മറ്റുള്ളവരെ കൊല്ലാനൊന്നും സമയം. ഇനി ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അതൊന്നും യഥാർത്ഥത്തിൽ കാക്കാമാരല്ല, പേര് കൊണ്ട് കാക്കാമാരായത് കൊണ്ട് കാര്യമില്ല. നിന്നെ ആരിഫ്, ലിയാക്കത്തിൽ ഇങ്ങനത്തെ തമ്മാടികളെ നിങ്ങളെപ്പോലെ ആണ് നമ്മളും അവരെ കണക്കാക്കുന്നത്. ആരെന്ത് തെറ്റ് ചെയ്താലും ഇനി ഏതൊരു മുസ്ലിം നാമധാരി എന്ത് ചെയ്താലും അതിനൊന്നും കാക്കാമാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറല്ല. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? കാക്കമാരെന്ത് പിടിച്ച് അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പറഞ്ഞ കാക്കമാരാണെങ്കിൽ അപ്പൊ അതും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരു വിഭാഗം ആളുകളെ ഉപദ്രവിക്കുന്ന മുസ്ലിം നാമധാരികളായ ഏത് തമ്മാടികളാണെങ്കിലും അവരെല്ലാം നിങ്ങൾ തമ്മാടികളായതുപോലെ അവരും തമ്മാടികൾ തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും നിങ്ങൾ മതം ഉറച്ച് ഈമാനോട് കൂടി ജീവിക്കാൻ നോക്കുക.